ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരൊറ്റയാളുടെ പ്രതിഷേധത്തിൽ നിന്ന് തുടങ്ങി ലോകം മുഴുവൻ കത്തിപ്പടർന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. എങ്ങനെയാണ് ഒരു കൗമാരക്കാരിയുടെ ഒറ്റയാൾ സമരം ഒരു ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന മുന്നേറ്റമായി മാറിയത്? ഇതിനു പിന്നിൽ എന്തായിരുന്നു? നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ മുന്നേറ്റം എങ്ങനെ എത്തി? ഇതൊന്ന് നോക്കൂ. സംഭവം തുടങ്ങുന്നത് 2018 ഓഗസ്റ്റിലാണ്. 15 വയസ്സുള്ള ഗ്രെറ്റ തുൻബെർഗ് സ്വീഡിഷ് പാർലമെന്റിനു മുന്നിൽ ഒറ്റയ്ക്ക് സമരം തുടങ്ങി. വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷേ അതേ വർഷം അവസാനമായപ്പോഴേക്കും ലോകം മുഴുവനുള്ള കുട്ടികൾക്ക് അതൊരു പ്രചോദനമായി. 2019 എത്തിയപ്പോഴേക്കും ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന യുവാക്കൾ നയിക്കുന്നൊരു ഗ്ലോബൽ മൂവ്മെന്റായി കഴിഞ്ഞിരുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ പെട്ടെന്നായിരുന്നു ഈ വളർച്ച. അപ്പോൾ ഇത്രയും വലിയൊരു മുന്നേറ്റത്തിനു പിന്നിൽ ഉറച്ച ചില ആശയങ്ങളുണ്ടാകുമല്ലോ. എന്തായിരുന്നു അത്? ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ എന്തിനു വേണ്ടിയായിരുന്നു ശരിക്കും നിലകൊണ്ടത്? ഈ പ്രസ്ഥാനം കെട്ടിപ്പൊക്കിയത് പ്രധാനമായും 5 ആശയങ്ങളുടെ പുറത്താണ്. ഒന്നാമത്തത് ക്ലൈമറ്റ് ജസ്റ്റിസ്, അതായത് കാലാവസ്ഥ മാറ്റം എന്ന് പറയുന്നത് പാവപ്പെട്ട രാജ്യങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അപ്പോൾ അതൊരു ധാർമ്മിക പ്രശ്നമാണ്. പിന്നെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഈ ഭൂമിയെ സംരക്ഷിക്കണമെന്നുള്ളൊരു ചിന്ത. ഏറ്റവും പ്രധാനം, തീരുമാനങ്ങൾ എടുക്കേണ്ടത് രാഷ്ട്രീയമോ ലാഭമോ നോക്കിയല്ല, ശാസ്ത്രം പറയുന്നത് കേട്ടിട്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം ചെറുപ്പക്കാർക്കും ഇതിൽ റോളുണ്ട്, അവരെയും കേൾക്കണം. പിന്നെ ഇവരുടെ പ്രതിഷേധങ്ങളെല്ലാം സമാധാനപരമായിരുന്നു. ഈ 5 കാര്യങ്ങളാണ് ഈ മുന്നേറ്റത്തിന്റെ അടിത്തറ. ഈ ഒരു വാചകം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗൗരവം മനസ്സിലാവും, അല്ലേ? നമ്മുടെ വീടിന് തീ പിടിച്ചിരിക്കുകയാണ്, പക്ഷേ നമ്മൾ ഇപ്പോഴും അത് കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇതിലെല്ലാമുണ്ട്. വരും തലമുറയോടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചും എത്രത്തോളം അർജന്റായിട്ട് നമ്മളിതിനെ കാണണമെന്നതിനെക്കുറിച്ചും ഈ ഒരൊറ്റ വാചകം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ശക്തമായ ആശയങ്ങൾ വെറും വാക്കുകളിൽ ഒതുങ്ങിയില്ല, അത് കൃത്യമായ ആവശ്യങ്ങളും ലോകം മുഴുവൻ ശ്രദ്ധിച്ച പ്രവർത്തനങ്ങളുമായി മാറി. എങ്ങനെയാണ് ഈ പ്രതിഷേധം ഒരു പോളിസി പ്രഷറായി മാറിയതെന്ന് നമുക്ക് നോക്കാം. അവരുടെ ആവശ്യങ്ങൾ വളരെ വ്യക്തവും സയൻസിനെ അടിസ്ഥാനമാക്കിയുള്ളതുമായിരുന്നു. ആഗോളതാപനം 1.5 ഡിഗ്രിയിൽ പിടിച്ചു നിർത്തുക, ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്തുക, ഗവൺമെന്റുകൾ ക്ലൈമറ്റ് എമർജൻസി പ്രഖ്യാപിക്കണം, വികസ്വര രാജ്യങ്ങൾക്ക് നീതി ഉറപ്പാക്കണം. ചുരുക്കി പറഞ്ഞാൽ വെറുതെ റോഡിലിറങ്ങി സമരം ചെയ്യുകയായിരുന്നില്ല, കൃത്യമായ നയപരമായ മാറ്റങ്ങളായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. ഇതിന്റെ റീച്ച് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നറിയണോ? 150ലധികം രാജ്യങ്ങളിലാണ് വിദ്യാർത്ഥികൾ ഈ സമരത്തിൽ പങ്കെടുത്തത്. ഒന്നാലോചിച്ചു നോക്കൂ, ഒരൊറ്റ പെൺകുട്ടി തുടങ്ങിയൊരു സമരം 150ലധികം രാജ്യങ്ങളിലേക്ക് പടർന്നു. UN-ൽ വെച്ച് ലോക നേതാക്കളുടെ മുഖത്തു നോക്കി ഗ്രെറ്റ ചോദിച്ച ഈ ചോദ്യം ഓർമ്മയില്ലേ? നിങ്ങൾക്കെന്ത് ധൈര്യമുണ്ട്? നിങ്ങളുടെ പൊള്ളായ വാക്കുകൾ കൊണ്ട് എന്റെ സ്വപ്നങ്ങളും ബാല്യവും നിങ്ങൾ മോഷ്ടിച്ചു. ഇതൊരു സാധാരണ പ്രസംഗമായിരുന്നില്ല. ലോക നേതാക്കളെ നേരിട്ട് ചോദ്യം ചെയ്യുകയായിരുന്നു. ഈ വാക്കുകൾ ലോകം മുഴുവൻ വലിയ ചർച്ചയായി. അതുപോലെ ദാവോസിലെ ഇക്കണോമിക് ഫോറത്തിൽ വെച്ച് ലോകത്തെ സാമ്പത്തിക ശക്തികളോടും അവർ പറഞ്ഞു, നിങ്ങൾ ഭൂമിയേക്കാൾ ലാഭത്തിനാണ് മുൻഗണന കൊടുക്കുന്നത്. ഇങ്ങനെ നേരെ നിന്ന് കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും വിമർശനങ്ങളും ഉണ്ടാകുമല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു മുന്നേറ്റത്തിന് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു, തിരിച്ചടികളുണ്ടായി. പക്ഷെ അതിനൊരു തിളക്കവുമുണ്ട്. എന്തൊക്കെയായിരുന്നു അത് നോക്കാം. വിമർശനങ്ങൾ പല ഭാഗത്തുനിന്നും വന്നു. ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇതിനെ കുട്ടിക്കളിയെന്നും വെറും ഐഡിയലിസം എന്നുമൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞു. എന്നാൽ മുന്നേറ്റത്തിന്റെ ഭാഗത്തുനിന്നുള്ള മറുപടി വളരെ വ്യക്തമായിരുന്നു. ഞങ്ങളുടെ പ്രതിഷേധം അക്രമരഹിതമാണ്, ഇത് ഗ്ലോബലാണ്. ഏറ്റവും പ്രധാനമായി ഞങ്ങൾ പറയുന്നത് IPCC പോലുള്ള ശാസ്ത്രീയ സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയാണ്, അല്ലാതെ വെറുതെയല്ല എന്നതായിരുന്നു അവരുടെ നിലപാട്. ഇതൊരു രാഷ്ട്രീയ മാറ്റം മാത്രമല്ല ഉണ്ടാക്കിയത്, ഒരു സാംസ്കാരിക മാറ്റം കൂടിയായിരുന്നു. ഇക്കോ റെസിസ്റ്റൻസ് എന്നൊരു വാക്ക് തന്നെ ഈ മുന്നേറ്റത്തിന്റെ ഭാഗമായി കൂടുതൽ പോപ്പുലറായി. എന്താണത്? അതായത് പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം ഒരു ധാർമ്മികമായ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പൊതുവായി പ്രതിഷേധിക്കുന്ന ഒരു പുതിയ രീതി. ഇതൊരു കൾച്ചറൽ ഷിഫ്റ്റായിരുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു പ്രധാന ചോദ്യമുണ്ട്. ചെറുപ്പക്കാരിങ്ങനെ ആക്റ്റീവാകുന്നത്, ലോകമെമ്പാടും തെരുവിലിറങ്ങുന്നത്, ഇത് നമ്മുടെ രാഷ്ട്രീയത്തെയും പ്രതിഷേധ രീതികളെയും ഭാവിയിൽ എങ്ങനെയായിരിക്കും മാറ്റാൻ പോകുന്നത്? ഇതൊരു വലിയ ചോദ്യമാണല്ലേ? ഇതിന്റെ ഉത്തരം കാലം തന്നെ നമുക്ക് പറഞ്ഞുതരും.